ലൈവ് ചേട്ടാ, എൻ്റെ ഫോണേ ഭയങ്കര ഹാങ്ങും ഭയങ്കരമായിട്ട് സ്ലോയുവാ. അപ്പം ഇത് ഹാങ്ങും ഒന്ന് സ്പീഡ് കൂട്ടിയെടുക്കാൻ വല്ല വഴിയുണ്ടാവും? ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഫോൺ ഹാങ് ആകുക അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സ്പീഡ് കുറയുക എന്നുള്ളത്. ആൻഡ്രോയിഡ് ഫോൺ ഹാങ് ആകുക അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറയുക ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫോണിൻ്റെ മെമ്മറി കുറയുന്നതുകൊണ്ടാണ്. മെമ്മറി കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ് വാട്സപ്പ്, ഫേസ്ബുക്ക് മുതലായവ. ഇതിൽ കൂടെ വരുന്ന ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ ഫോണിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറയും. അങ്ങനെയാണ് നമ്മുടെ ഫോൺ ഹാങ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം വരുന്നത്. ഫോൺ ഹാങ് ആകാതിരിക്കാനും ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനും ഒരു 3 ടിപ്സ് പറഞ്ഞുതരാം. അതൊന്ന് ചെയ്ത് നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറേജ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ റൈറ്റ് സൈഡിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറേജിൽ കയറി കഴിയുമ്പോൾ സ്റ്റോറേജിൽ 1.19 GB ആണ് ഫേസ്ബുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലിയർ ചെയ്ത് കളയും. അതിന് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ക്യാച്ച്, ക്ലിയർ ഡേറ്റ, ഇത് രണ്ടും കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഡേറ്റ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഓൾറെഡി ലോഗ് ഔട്ട് ആയി പോകും. നമ്മൾ വീണ്ടും റീലോഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ID പാസ്വേഡ് നമ്മൾ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ഇത് നേരെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണിൻ്റെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറേജ് കുറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഉണ്ട്. ഇപ്പോൾ സ്റ്റോറേജ് ഇപ്പോൾ 736 MB ആയിട്ട് കുറഞ്ഞു. ആദ്യം അത് 1.5 GB ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ സ്റ്റോറേജ് നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം. അത് ഇതേപോലെ യൂട്യൂബിൽ ലോങ് പ്രസ് ചെയ്യുക ഐക്കണിൽ, എന്നിട്ട് ഈ എന്നുള്ള ഓപ്ഷനിൽ കയറുക. അതിനുശേഷം സ്റ്റോറേജ് എടുക്കുക. ഇപ്പോൾ സ്റ്റോറേജ് ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് 286 MB ആയിട്ട് മാറിയത്. അത് നമുക്ക് ഒന്നുകൂടെ വെറുതെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരെ ബാക്ക് അടിച്ച് നോക്കുക. ബാക്ക് അടിച്ച് നോക്കുമ്പോൾ തന്നെയാണ് 168 MB ആയിട്ട് കുറഞ്ഞു. ഇതേപോലെ നമ്മളെല്ലാ ആപ്ലിക്കേഷനും കയറി ക്ലിയർ ഡേറ്റ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൽ കിടക്കുന്ന സ്റ്റോറേജ് മറ്റൊരു ഡിവൈസിലോട്ട് മാറ്റുക എന്നുള്ളത്. അതിനൊരു മെമ്മറി കാർഡ് മേടിക്കുക. മെമ്മറി കാർഡ് മേടിച്ചതിന് ശേഷം അതിനകത്തോട്ട് മാറ്റിയാലും മതി. അതിനായിട്ട് നമ്മൾ ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് എൻ്റെ ഫോൺ ഏകദേശം 256 GB ആണ് അതിൻ്റെ ഫോൺ മെമ്മറി വരുന്നത്. അതിൽ 206 GB ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുകയാണ്. വെറും 50 GB അടുത്തേ നമുക്ക് അതിനകത്ത് ഫ്രീ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ഹീറ്റ് ആകും. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറയും. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഒരു മെമ്മറി കാർഡ് മേടിച്ചതിന് ശേഷം അതിലോട്ട് മാറ്റുക. അത് ഇങ്ങനെയാണ് മാറ്റുന്നത്. ആ സ്റ്റോറേജിൽ കയറി അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് മൂവ് കൊടുക്കുക. മൂവ് ഒരു മെമ്മറി കാർഡ് മേടിച്ചതിന് ശേഷം ആ മെമ്മറി കാർഡിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്തോട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഫോൺ ഫുള്ളി ഫോർമാറ്റ് ചെയ്ത് കളയുക, വൈപ്പ് ഡേറ്റ ചെയ്ത് നമ്മുടെ ഫോൺ റീഫ്രഷ് ആക്കുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ കയറുക. സെറ്റിങ്സിൽ കയറിയതിന് ശേഷം ഏറ്റവും താഴത്ത് എബൌട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഫാക്ടറി ഡേറ്റ റീസെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് റീസെറ്റിൽ കയറുക. റീസെറ്റിൽ കയറി ഫാക്ടറി ഡേറ്റ റീസെറ്റ് ഇത് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം പാസ്വേഡ് ചോദിക്കും. റീസെറ്റ് കൊടുക്കുക. റീസെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോൺ ഫുള്ളി ഫോർമാറ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡേറ്റയും മറ്റൊരു സ്റ്റോറേജിലോട്ട് മാറ്റിയതിന് ശേഷം ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പുതിയ ഫോൺ മേടിക്കുമ്പോഴുള്ള കണ്ടീഷൻ എന്താണോ അതിലോട്ട് മാറും. അതായത് ഡേറ്റാസ്,